ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെന്തായാലും ഒരു ചിക്കൻ കൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതിലേക്ക് വീണ്ടും നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ലെമൺ, ഹാഫ് ലെമണാണ് കേട്ടോ, ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്തു. ലെമൺ നമുക്ക് പച്ച നാരങ്ങ കിട്ടിയത് കാരണം നമുക്ക് ജ്യൂസ് അല്പം കുറവായിരുന്നു. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തു 2 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്തത് സാൾട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ, കുറവോ കൂടുതലോ അതൊന്നും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ നമുക്ക് ഓയിൽ ആഡ് ചെയ്തു. ഞാൻ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തപ്പോഴേക്കും കറണ്ട് ഒന്ന് പോയി കേട്ടോ ഗൈസ്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടെടുത്തു. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നു കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അതിനിടയ്ക്ക് എന്തായാലും നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമുക്ക് ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് ചളിയാവാതെ നമ്മൾ മാക്സിമം നോക്കൂ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ അങ്ങനെ ഇട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ഇട്ടു. അത് ഫ്രൈ ആവാനായിട്ട് എണ്ണയിൽ കിടന്ന് തിളച്ച് മറിയുക കേട്ടോ. നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു. കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങോട്ട് മുരിച്ചൊന്നും എടുത്തില്ല കേട്ടോ. അതിൽ ഇതാണ് നമ്മുടെ ലുക്ക്. ഫ്രൈ ചെയ്ത് അങ്ങ് എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവി അടിക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച മുളക്, ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേവി അടിക്കാൻ വെച്ച ഉള്ളി എല്ലാം വിട്ട് നമ്മൾ വേപ്പില സഹിതം ഇട്ട് നമ്മൾ വഴട്ടിയെടുത്തു കേട്ടോ. നല്ലപോലെ വഴട്ടി ഹാഫ് കുക്കായപ്പോഴേക്കും നമ്മുടെ ചതച്ച മുളക് അതിലേക്ക് ആഡ് ചെയ്തു. അത് നമ്മൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറും വരെ നല്ലപോലെ നമ്മൾ എടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. ഞാൻ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ അതിലേക്ക് ചിക്കൻ മസാല കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം ചിക്കൻ മസാല ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു കേട്ടോ നല്ലപോലെ. പിന്നെ നമ്മുടെ ഇതിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഈ സംഭവം, ടൊമാറ്റോ സോസ്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇവയെല്ലാം കൂടെ നമ്മൾ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പക്കയായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം ചൂടുവെള്ളമാണ്. നമുക്കതിൻ്റെ ഗ്രേവി ഒന്ന് ലൂസായി എടുക്കണം. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്തു. പിന്നെ നമ്മളിത് നല്ല പോലെ അങ്ങ് തിളപ്പിച്ച് തിക്കാക്കി എടുത്തു. അതിലേക്ക് നമ്മൾ ഫ്രൈ അങ്ങ് ഇട്ട് ഇളക്കി മറിച്ചെടുത്തു കേട്ടോ. എന്തായാലും അതിൻ്റെ ലുക്കൊക്കെ അടിപൊളി, ലുക്കും അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. നമ്മുടെ ഫൈനൽ ലുക്കായിട്ടായി കാണുന്നത്. എന്തായാലും എൻ്റെ ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എന്നിലും നന്നായിട്ട് ഉണ്ടാക്കണ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ ഇതെന്തായാലും എനിക്കിഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കും തോറും സക്സസ് ആവുന്നൊരു റെസിപ്പിയാട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. എന്തായാലും നമ്മൾ കുറച്ച് പുഴുക്കുണ്ടായിരുന്നു, ചക്കപ്പുഴുക്ക്, അതും കൊണ്ടാട്ടവും കൂടെ ഒരു പിടുത്തം പിടിച്ച് കേട്ടോ ഗൈസ്. പൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവരും കാണുക, പരമാവധി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.